ഹരി ഓം. ഭക്തി എന്ന് പറയുന്നത് ഭഗവാന്റെ കഥകളിൽ, ഭഗവാന്റെ വിശേഷങ്ങളിൽ ഒക്കെ നമുക്ക് താല്പര്യമുണ്ടാകുമ്പോഴാണ് അത് ഭഗവത് ഭക്തിയുടെ ഉദാത്തമായ ലക്ഷണമായി മാറുന്നതെന്നാണ് ഗർഗ മഹർഷി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഭഗവത് പൂജകളിലുള്ള ഭക്തി ലക്ഷണമെന്ന് ഉദ്ഘോഷിച്ച വേദവ്യാസനും അനേകം കഥകൾ വിസ്തരിച്ചാണ് തൻ്റെ ശിഷ്യന്മാർക്ക് ഭക്തിമാർഗം വ്യാസമഹർഷി ഉപദേശിച്ചു കൊടുത്തിരിക്കുന്നത്. കഥകൾക്ക് അത്ര പ്രാധാന്യമുണ്ടെന്ന് വേദവ്യാസന് അറിയാമായിരുന്നു. എന്നാൽ ഗർഗ മഹർഷി പറയുമ്പോൾ അതിന് മഹത്വം ഏറുകയാണ്. ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും മാത്രമല്ല, വംശത്തിന് മുഴുവൻ ഗുരുവായിരുന്നു ഗർഗ മഹർഷി. ഈ മഹർഷി തന്നെയാണ് രാമകൃഷ്ണന്മാർക്ക് ആ പേരിട്ടതും മറ്റ് ചടങ്ങുകളൊക്കെ നിർവഹിച്ചതും. അതുകൊണ്ട് തന്നെ ഈ മഹർഷിയുടെ വാക്കുകൾക്കും വളരെയേറെ പ്രാധാന്യമുണ്ട്. ഇവരുടെ അവതാരത്തിന് മുമ്പേ ഇവരെ കൂടുതൽ അറിഞ്ഞ ആളാണ് ഗർഗ മഹർഷി. ഭഗവാന്റെ കഥകൾ പരമാവധി കേൾക്കുകയും അതിൽ ലയിക്കുകയും ചെയ്യുക. പറ്റുന്ന ഘട്ടങ്ങളിലെല്ലാം ഭഗവത് കഥകൾ പറഞ്ഞ് കീർത്തിക്കുക, അതിൽ ലയിച്ച് ആനന്ദ കണ്ണീരൊഴുക്കുക, അതിലാറാടുക. ഇതാണ് ഭക്തിയുടെ ലക്ഷണമായി ഗർഗ മഹർഷി പറഞ്ഞിരിക്കുന്നത്. ഭക്തിയുടെ പ്രധാന സാമഗ്രി വാക്കുകൾ തന്നെയാണ്. കഴിയുന്നത്ര നാമങ്ങൾ ഉരുവിടുക. ഭഗവാന്റെ നാമങ്ങൾ എത്ര കണ്ട് ജപിക്കുന്നുവോ അത്ര കണ്ട് പുണ്യമാണ്, അത്ര കണ്ട് ഭഗവാൻ നമ്മളിലേക്ക് അദ്ദേഹത്തിൻ്റെ കൃപാകടാക്ഷങ്ങൾ ചൊരിയും. മറ്റ് പൂജാവസ്തുക്കൾ ഒന്നും ആവശ്യമില്ല. മറ്റ് പൂജാവസ്തുക്കൾ കൊണ്ടൊന്നും ഭഗവാനെ പൂജിക്കേണ്ട. ഭഗവാന്റെ നാമങ്ങൾ ആത്മാർത്ഥമായ ഭക്തിയോടെ ഹൃദയം തുറന്ന് മനസ്സറിഞ്ഞ് ഭഗവാനെ നാമാക്ഷരങ്ങളാൽ പൂജിച്ചാൽ മാത്രം മതി ഭഗവാന്റെ കാരുണ്യം നമ്മളിലേക്കെത്താൻ. ഭക്തപ്രഹ്ലാദനും പറയുന്ന ഭക്തിലക്ഷണം ശ്രവണം, കീർത്തനം, വിഷ്ണോർ സ്മരണം, പാദസേവനം എന്നാണ്. ഭഗവത് കഥകൾ കേട്ട് അതിൽ ലയിച്ച് നിൽക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ആത്മനിവേദനം എന്ന തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതോടെ ജീവാത്മാവും പരമാത്മാവും ഒന്നെന്ന ധാരണയിൽ എത്തും. താൽക്കാലികമായെങ്കിലും ഇതുപോലെ പലവട്ടം തുടരാൻ കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും ഭക്തിയുടെ ആ അപാരമായ ആനന്ദാനുഭൂതി അനുഭവിച്ച് ഭഗവാന്റെ തൃച്ചേവടികളിൽ മനസ്സർപ്പിച്ച് ആ പാതാരവിന്ദങ്ങളിൽ വിലയം ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ഭാഗവത സപ്താഹം പോലെയുള്ള പുരാണ പാരായണങ്ങളുടെ ഉദ്ദേശം തന്നെ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. സപ്താഹങ്ങൾ പലവട്ടം ആവർത്തിക്കുമ്പോൾ നാം ആ തലത്തിലേക്ക് എത്തുകയാണ്. എന്നാൽ ജ്ഞാനയജ്ഞത്തിൻ്റെ സങ്കല്പത്തിൽ നാം സപ്താഹാദികളെ കണ്ട് അതിൽ ലയിക്കാൻ കഴിഞ്ഞാൽ ഒറ്റത്തവണത്തെ സപ്താഹശ്രവണം കൊണ്ട് പോലും ലക്ഷ്യപ്രാപ്തി നമുക്ക് നേടാനാകും. പത്മപുരാണത്തിൽ പറയുന്നത് ഭാഗവതത്തിലെ ഒരു വരിയെങ്കിലും ശ്രദ്ധയോടെ കേൾക്കാൻ കഴിഞ്ഞാൽ ഭഗവത് പ്രാപ്തി ലഭിക്കുമെന്നാണ്. അത്രയ്ക്ക് പുണ്യമാണ് ഭഗവാന്റെ ഒരു നാമമെങ്കിലും ശ്രവിക്കാൻ കഴിഞ്ഞാൽ. അപ്പോൾ ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടാൻ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പുണ്യമൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ കേൾക്കാൻ വരുന്നത് പോലും, അങ്ങനെ ഒരു വരിയെങ്കിലും കേൾക്കാൻ കഴിയുന്നത് ജന്മജന്മാന്തര പുണ്യഫലമാണ്. പലവട്ടം കേട്ടാൽ നമ്മളും അറിയാതെ ആ നാമങ്ങൾ ഉരുവിട്ടു പോകും. അത്രയ്ക്ക് മഹത്വമാണ് ഭഗവാന്റെ നാമങ്ങൾ. എല്ലാവർക്കും ശ്രീഹരി വിഷ്ണുവിൻ്റെ ശ്രീപത്മനാഭസ്വാമിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. എത്ര കണ്ട് ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കാൻ കഴിയുന്നുവോ, എത്ര കണ്ട് ഭഗവാന്റെ വിശേഷങ്ങൾ കേൾക്കാനും അറിയുവാനും കഴിയുന്നുവോ അത്ര കണ്ട് പുണ്യമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനാൽ കണ്ണൻ്റെ പുണ്യം, കണ്ണൻ്റെ അനുഗ്രഹം, ശ്രീഹരി വിഷ്ണുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം.